ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട പരമ്പര ഇഷ്ടം മാത്രം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെയാണ് നമ്മുടെ കോടതിയിലെ വിധി വരുന്നത് കേട്ടോ. അങ്ങനെ മഹേഷ് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് വരുമ്പോഴേക്കും ഇഷിത മഹേഷിനെ കാത്ത് നിൽക്കുകയാണ്. ഇഷിത ചോദിക്കുന്നുണ്ട്, എന്തായി കോടതിയിൽ? എടോ, നാളെ ഈ സമയം നമ്മുടെ മോൻ ഇവിടെ ഉണ്ടാകും. സത്യമാണോ മഹേഷ് പറഞ്ഞത്? അതേടോ, സത്യമാണ്. ജഡ്ജി അവനോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പോയായിരുന്നു. ചിപ്പിയുടെ കേസ് ചിപ്പിനോട് സംസാരിച്ചാൽ എനിക്ക് ഓർമ്മയില്ലേ? ആ ഉണ്ട്. അതുപോലെ തന്നെ ഈ ജഡ്ജി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുമ്പില് നമ്മുടെ ആകാശാണെങ്കിൽ മോശപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിച്ചായിരുന്നു. ആദിക്ക് എന്തോ കുഴപ്പമുള്ള കുട്ടിയാണെന്നും മെന്റലി ഡിപ്രഷനുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വല്ലാത്തൊരു ഇതുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ വല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. ആദി വളരെ മിടുക്കനായിട്ട് ഒരു കുട്ടിയാണെന്ന ജഡ്ജി പറഞ്ഞത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ജഡ്ജി അവരോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു. അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജഡ്ജി പറഞ്ഞു അത്രേ, ഡാഡിയുടെ കൂടെ തന്നെ മോൻ താമസിച്ചാൽ മതി, ഡാഡിയുടെ കൂടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ജഡ്ജി അവരോട് പറഞ്ഞു അത്രേ. പിന്നെ നാളെ എന്തായാലും അവന് നമ്മുടെ കൂടെ തന്നെ ജഡ്ജി വിടോടോ, അതിൽ ഒരു സംശയമില്ല. ഹാവു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് മഹേഷ്. ഇത്രയും നേരം ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം രചന വിവാഹം ഇതുവരെ കഴിക്കാത്തത് അതൊരു പോസിറ്റീവ് സൈഡ് ആയിട്ടാണല്ലോ അവരുടെ വക്കീൽ കാണുന്നത്. അതെ, പക്ഷെ എങ്കിലും ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. രചനയും ആകാശം നമ്മുടെ ബന്ധം എന്താന്നൊക്കെ ജഡ്ജിക്ക് മനസ്സിലായടോ. അതുകൊണ്ട് നമ്മുടെ മോനെ നമുക്ക് കിട്ടും. ഹോ, സമാധാനമായി. ഇത്ര നേരം ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറയണ്ട്. അതെ, നാളെ രാവിലെ താൻ വരുന്നുണ്ടോ കോടതിയിലേക്ക്? ഇല്ല മഹേഷ്, ഞാൻ വരുന്നില്ല. എന്തായാലും അവൻ ഇവിടെ വരുമെന്ന് ഉറപ്പല്ലേ? അവന് വേണ്ടി ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കണം. നാളെ നമുക്ക് പായസം, അങ്ങനെ സദ്യ എല്ലാം ഉണ്ടാക്കണം. ശരി, എങ്കിൽ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം നാളെ രാവിലെ തന്നെ. ശരി, നാളെ രാവിലെ എപ്പോഴാണ് മഹേഷിനെ പോകേണ്ടത്? നാളെ ഒരു 11 മണിക്ക് പോയാൽ മതിയോ? 12 മണിക്ക് നമ്മുടെ കേസ്. ശരി എന്ന് പറയാണ്. അങ്ങനെ രാവിലെ 11 മണിക്ക് തന്നെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ട് കോടതിയിലേക്ക്. അങ്ങനെ കോടതിയിലെ വിധി പറയുന്ന സമയം കേട്ടോ. അപ്പൊ രചനക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. രചന എന്നാലും ആകാശിനോട് പറയണ്ടേ, എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ വരും, എനിക്ക് ഉറപ്പാണ് ആകാശ് എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പുച്ഛത്തോടും വരും ഇപ്പൊ വരും, നോക്കിയിരുന്നോ നീ എന്ന മട്ടില് രചനൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജഡ്ജി ആ വിധി പറയാണ്. വേറൊന്നുമല്ല, ആദ്യമെടുത്ത് പേഴ്സണലി സംസാരിച്ചതും പിന്നെ കുറെ കാര്യങ്ങൾ കോടതി അന്വേഷിച്ചു. അങ്ങനെ അവസാനം ഈ കോടതി ഒരു വിധി കൽപ്പിക്കുകയാണ്. ആദിത്യന് മഹേഷിന്റെ ഒരു വിധി പറയാണ്. ആദ്യത്തെ മഹേഷ് ഇത്രയും നാള് ജീവിച്ചത് അതെ അവരുടെ അമ്മയുടെ കൂടെയാണ്. പക്ഷേ കോടതിക്ക് മനസ്സിലായി ആരാണ് നല്ലതെന്നും ആരാണ് ചീത്തയെന്നും. പിന്നെ ആദിയുടെ ഭാവി ജീവിതത്തെ കൂടി മുൻകണ്ടിട്ട് മഹേഷിന്റെ കൂടെ ആദിനെ വിടുവാണ്. ഇനി മുതൽ ആദിയുടെ ഫുൾ ഉത്തരവാദിത്വം എല്ലാം തന്നെ മഹേഷിനെ ആയിരിക്കും എന്ന് പറയണം. അത് കേൾക്കണം മഹേഷിന് സന്തോഷമാവാണ്. ആദ്യം അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. രചനക്കൊരു ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കാണ് കുറച്ചു നേരം. പിന്നെ കോടതി അവിടെ നിന്ന് പിരിച്ചുവിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. രചന മാത്രം അപ്പോഴും അവിടെ തന്നെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോ ആകാശ്, എടോ രചന, ആദ്യം നമ്മളെ വിട്ടു പോവാടോ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞതല്ലേ ആകാശ്, എല്ലാത്തിനും കാണാം ആ വക്കീലാണ്. അവരെനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എല്ലാത്തിനും കാണാം അവൾ ഒറ്റൊരുത്തിയാണ്. എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടു. ഇല്ല, ഞാൻ നഷ്ടപ്പെടുത്തില്ല. എനിക്ക് എൻ്റെ മോനെ വേണം. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ് നമ്മുടെ രചന നമ്മുടെ ആദിയുടെ അടുത്തേക്ക്. മോനെ, ആ മമ്മീനെ വിട്ട് നീ പോവല്ലേ മോനെ, മമ്മിക്ക് ജീവിക്കാൻ പറ്റില്ല മോനെ, മമ്മീനെ വിട്ട് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ആദ്യം പറയണ്ട്, ഇല്ല മമ്മി, ഞാൻ പലവട്ടം മമ്മി അടുത്ത് പറഞ്ഞു, ഇയാൾ ഉപേക്ഷിച്ച് മമ്മി നമുക്ക് വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാം. ഇഷിതാമയും അതുപോലെ തന്നെ ഡാഡിയൊക്കെ മമ്മി അടുത്ത് പറഞ്ഞായിരുന്നു, ചെലവും കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊണ്ടെന്ന്. പക്ഷെ മമ്മിക്ക് അതൊന്നും പറ്റില്ലായിരുന്നു. ഇയാൾ പറയണതനുസരിച്ച് ജീവിക്കുന്ന ഒരു കളിപ്പാവയാണ്. ഇയാളുടെ കയ്യിൽ വെറും ഒരു കളിപ്പാവയാണ് മമ്മി. എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല മമ്മി, സോറി എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ കൂടെ രചനയെ അവിടെ നിർത്തിയതിന് ശേഷം ആദ്യം മഹേഷിന്റെ കൂടെ പോകുകട്ടോ. ആദ്യക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആദ്യം പക്ഷെ പോകുന്നുണ്ട്. രചന ആണെങ്കിൽ ആ കോടതി വരാതെ തന്നെ പൊട്ടിക്കരയാണ്. ആകാശിനെ സന്തോഷമാവുന്നുണ്ട്. ഇനിയാണ് കളി തുടങ്ങാൻ പോണത്. അതിനെ വെച്ചിട്ട് തന്നെ ഒരു പണി ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സന്തോഷത്തോടെ വിചാരിക്കുകയാണ് നമ്മുടെ ആകാശ് കേട്ടോ. പക്ഷെ അവിടേക്ക് നമ്മുടെ സുജി വക്കീല് വേറൊരു കേസായിട്ട് വരികയാണ്. ആകാശിനെ പെടുത്താൻ തന്നെ. ഓൾറെഡി ആതിര കേസ് ആകാശിന്റെ തലക്ക് മുകളിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുമിതയുടെ അച്ഛൻ, അതായത് സുമിയുടെ അച്ഛനല്ല അമ്മാവൻ, ഒരു കേസ് കൊടുക്കാണ്. അതായത് തൻ്റെ മരുമകളെ കാണാതായത് അവസാനം ആകാശിന്റെ വീട്ടിൽ വെച്ചിട്ടാണെന്ന്. അങ്ങനെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെ ഊർജിതമായിക്കൊണ്ടിരിക്കണം. അപ്പോഴും ആകാശിനെ തന്നെ വിശ്വസിച്ചിരിക്കുക കേട്ടോ. അയ്യോ, എൻ്റെ ആകാശ് പാവാണ്, എൻ്റെ ആകാശ് അങ്ങനെയാണ്, എൻ്റെ ആകാശ് ഇങ്ങനെയാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോലീസ് വന്ന് തെളിവടക്കം
അടക്കം തന്നെ ആകാശിനെ പെടുത്തുവാട്ടോ. സുമിതേനെ ആകാശ് ആ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഡെഡ് ബോഡി ഒരു ചാക്കിൽ കെട്ടിയിട്ട് കുറേ അങ്ങോട്ട് 10-30 കിലോമീറ്റർ അപ്പുറയുള്ള ഒരു ആൾക്കാരൊന്നും അധികം പോവാത്ത ഒരു കുളത്തിലേക്ക് കല്ല് കെട്ടി താഴ്ത്തി എന്നുള്ള സംഭവം അതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ആ ഒരു സുമിതയുടെ ഡെഡ് ബോഡിയും പൊങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സുമിതയാണ് മരിച്ചതെന്നും അത് ഒരു കൊലപാതക ശ്രമമാണെന്നും ബലം പിടിക്കലിന്റെ ഭാഗമായിട്ടാണ് സുമിത മരിച്ചതെന്നൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ പോലീസുകാർ വിധി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുമിനെ റേപ്പ് ചെയ്യാൻ വേണ്ടി ആകാശ് ശ്രമിച്ചു. അതിനിടക്ക് സുമി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ, അതായത് റേപ്പ് ചെയ്യുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി സുമി നോക്കിയപ്പോഴേക്കും ആകാശ് സുമീനെ പിടിച്ച് കൊന്നു. അതാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആതിര കേസും പിന്നെ സുമിയുടെ കേസും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശ് ജയിലിലേക്ക് പോകാൻ പോകുകയാണ്. അപ്പോഴാണ് നമ്മുടെ രചന ശരിക്കും ആകാശിന്റെ തനി സ്വഭാവം മനസ്സിലാക്കുന്നത് കേട്ടോ. താൻ ഇത്രയും നാൾ ആകാശ് എന്ന് പറഞ്ഞ് കൂടെ നിന്നു. അയാൾ തന്നെ ചതിക്കുമായിരുന്നു. തൻ്റെ കൂട്ടുകാരനെ ബലം പ്രയോഗിച്ച് കൊന്നു. അതിനുശേഷം ആതിരയുടെ പീഡന കേസിലെ ആദ്യ പ്രതി ആകാശാണ്. തൻ്റെ മോൻ തനിക്ക് നഷ്ടപ്പെടാനും കാരണം ആകാശാണെന്ന് മനസ്സിലാവാണ്. കാരണം ആ ഒരു വക്കീലുണ്ടല്ലോ, ആ വക്കീലും ആകാശും കൂടി സംസാരിക്കണ രചന കേൾക്കാണ്. മനഃപൂർവ്വം ആ വക്കീല് തോറ്റു കൊടുത്തതാണ്. വേണമെങ്കിൽ അവർക്ക് ജയിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ആകാശിന്റെ പണത്തിന് വേണ്ടിയിട്ട് ആകാശ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയാണ് ആ വക്കീലിന് എറിഞ്ഞു കൊടുത്തത് ഈ കേസ് തോറ്റു തരണമെന്ന് പറയാനായിട്ട്. അത് കൂടി അറിയാണ് നമ്മുടെ രചന. അതും കൂടി അറിഞ്ഞ രചന ആകാശ് ജയിലിലേക്ക് പോകുന്ന മുമ്പ് തന്നെ അവന്റെ മുഖം അടിച്ച് പൊട്ടിച്ചിട്ടാണ് രചന അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ അവസാനം ക്ലൈമാക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇഷിത പ്രസവിക്കുകയൊക്കെ ചെയ്യും. ഇഷിത പ്രസവിച്ച് ആദ്യം ഇഷിതയും അതിപ്പോൾ മഹേഷും ചിപ്പിയൊക്കെ സന്തോഷത്തോടെ ജീവിക്കും. അതിനിടയ്ക്ക് നമ്മുടെ രചന വീണ്ടും അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വേറെ ഒന്നിനെയല്ല, എല്ലാവരുടെ ഒന്ന് കണ്ടിട്ട് മാപ്പും സോറിയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് രചന പോകാൻ പോകുവാണ്. ഇതിന്റെ റീമേക്കിലും അങ്ങനെ തന്നെയാണ്. അവസാനം രചന ഇവിടത്തൊക്കെ പറഞ്ഞിട്ട് രചന ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ അങ്ങനെ എന്തോ പറക്കുന്നുണ്ട്. അതായത് അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവായിട്ട് പോകുന്നുണ്ട് വേറൊരു സ്ഥലത്തേക്ക്. ഇവരെയൊന്നും കാണും, ഇനി ഇവർക്കൊരു ശല്യമായിട്ട് ഈ നാട്ടിൽ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് രചന പോകുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. എന്തായാലും ആകാശ് പോലീസ് കസ്റ്റഡിയിലാകുന്നുണ്ട്. രചന നാട് വിട്ടു പോകുന്നുണ്ട്. സുമിതയുടെ കൊലപാതകത്തിന്റെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്ന് നമ്മുടെ ആകാശ് ജയിലിൽ പോവുകയും രചന ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ സീരിയലിന്റെ ക്ലൈമാക്സ് വരുന്നത്. എന്തായാലും ക്ലൈമാക്സ് നമുക്ക് ഇനി അടുത്ത ആഴ്ചയല്ല, ഈ വരുന്ന ആഴ്ചയല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് വരുന്നത്. ഈ സീരിയലും സ്നേഹക്കൂടും ടീച്ചർ അമ്മയും മൗനരാഗും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ക്ലൈമാക്സ് ആവുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന് പകരമായിട്ട് വേറെ പുതിയ 2 സീരിയലുകളാണ് വരുന്നത്. അതുകൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈ സീരിയല് അങ്ങനെ അതായത് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകണത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.